നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും അപകടം പിടിച്ച വാക്ക് ഏതാണെന്നറിയോ? അത് നോ അല്ല ഫ്രണ്ട്സ്, അത് യെസ് ആണ്. കാരണം നിങ്ങളുടെ എനർജി മൊത്തം ഊറ്റിക്കളയുന്ന കാര്യങ്ങളോട് ഓരോ തവണ നിങ്ങൾ യെസ് പറയുമ്പോഴും ഒരൊറ്റ വാക്ക് പോലും ഉണ്ടാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്, നിങ്ങളുടെ എനർജിയാണ്, നിങ്ങളുടെ ഉള്ളിലെ സമാധാനമാണ്. അവസാനം നിങ്ങളെ തന്നെയാണ് നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുന്നത്. ഇനി കേൾക്കുമ്പോൾ അത്ര സുഖമില്ലാത്തൊരു സത്യം പറയട്ടെ, മറ്റുള്ളവർ നിങ്ങളുടെ അതിർവരുമ്പോൾ അല്ലെങ്കിൽ ബൗണ്ടറീസിനെ ബഹുമാനിക്കാത്തതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. ആ അതിർവരുമ്പോൾ എവിടെയാണെന്ന് നിങ്ങളായിട്ട് ഇതുവരെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. നിങ്ങൾ വീക്കായതുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തതുകൊണ്ടോ ഒന്നുമല്ല കേട്ടോ സംഭവിക്കുന്നത്. പകരം ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്ത് പറഞ്ഞാലും യെസ് പറയും, എന്ത് ചോദിച്ചാലും തരും, എപ്പോൾ വിളിച്ചാലും ഫ്രീ ആയിരിക്കും, എന്തിനും അഡ്ജസ്റ്റ് ചെയ്യും എന്ന് മറ്റുള്ളവരെ നിങ്ങളായിട്ട് തന്നെ ശീലിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നറിയോ? ഇതൊക്കെ ചെയ്ത് അവസാനം ആകെ തളർന്ന് പണ്ടാരടങ്ങിയിരിക്കുമ്പോഴായിരിക്കും ഞാൻ എത്രയൊക്കെ ചെയ്തിട്ടും എന്തായാലും എന്നെ വില വെക്കാത്തതെന്ന് നമ്മൾ സ്വയം ആലോചിച്ച് വിഷമിക്കുക. അതുകൊണ്ട് എപ്പോഴും എല്ലാവരോടും യെസ് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസിനെ പതുക്കെ എങ്ങനെയാണ് തിന്നു തീർക്കുന്നതെന്ന് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. മറ്റുള്ളവരെ എപ്പോഴും സൂചിപ്പിക്കാൻ നടക്കുന്നവർക്ക് അല്ലെങ്കിൽ പീപ്പിൾ പ്ലീസേഴ്സിന് ഒടുവിൽ വെറും പുച്ഛം മാത്രം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നോ എന്ന ഒരൊറ്റ വാക്ക് നിങ്ങളുടെ ലൈഫ് മൊത്തമായിട്ട് മാറ്റാൻ പോകുന്നത് എങ്ങനെയാണ്? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഇതിൽ പറയാൻ പോകുന്ന ഒരു ഐഡിയ ചിലപ്പോൾ നിങ്ങളുടെ ബാക്കി ലൈഫിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ചേക്കാം. അപ്പോൾ തുടങ്ങല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മനസ്സിൻ്റെ ഉള്ളിൽ ഇല്ല, എനിക്ക് പറ്റില്ല എന്ന് മുഖത്ത് നോക്കിയാൽ പറയാൻ തോന്നിയിട്ടും ശരി ഞാൻ ചെയ്തേക്കാം അല്ലെങ്കിൽ ഞാൻ തരാം, ഇത് എത്ര വട്ടമാണ് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളാകെ തളർന്ന് പണ്ടാരടങ്ങിയിരിക്കുമ്പോൾ പോലും മറ്റൊരാളെ സഹായിക്കാമെന്ന് എത്ര തവണയാണ് നിങ്ങൾ സമ്മതിച്ചിട്ടുള്ളത്? മറ്റൊരാൾക്ക് നിങ്ങളോട് ഒരു ഇഷ്ടക്കേട് തോന്നാതിരിക്കാൻ വേണ്ടി മാത്രം സ്വന്തം ഇഷ്ടങ്ങൾ അടക്കി വെച്ച് നിങ്ങൾ എത്ര തവണയാണ് മിണ്ടായിരുന്നിട്ടുള്ളത്? നമ്മൾ ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ വലിയ നന്മയോ സ്നേഹമൊക്കെ കൊണ്ടാണെന്നാണ്. പക്ഷെ സത്യം അതല്ല. പലപ്പോഴും നന്മ എന്ന വ്യാജ മാസ്കറ്റ് നടക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടിയാണ്. മറ്റുള്ളവരെ നമ്മൾ തള്ളി പറയുമെന്ന പേടി, അവർ വഴക്കുണ്ടാക്കുമെന്ന പേടി, അവർ പിണങ്ങുമെന്ന പേടി, ആളുകൾക്ക് നമ്മളോട് വെറുപ്പ് തോന്നുമെന്ന പേടി, ഒടുവിൽ കൂടെയുള്ളവരെ നമ്മൾ ഇട്ടിട്ട് പോകുമെന്ന പേടി. അവസാനം ഈ പേടി നമ്മുടെ ചുറ്റുമുള്ള ഒരു അദൃശ്യ ജയിലായിട്ട് മാറും. നിങ്ങളുടെ വിലപ്പെട്ട സമയം എങ്ങനെ ചെലവഴിക്കണമെന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന ഒരു വല്ലാത്തൊരു ജയിൽ. നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും എപ്പോഴും രണ്ടാം സ്ഥാനം മാത്രം കിട്ടുന്ന ഒരു ജയിൽ. നിങ്ങൾ ചെയ്യുന്ന ഒരു ത്യാഗത്തിനും ഒരു വിലയും തരാത്ത സ്വാർത്ഥന്മാരുടെ മുന്നിൽ അവരുടെ ഒരു ചെറിയ അംഗീകാരത്തിന് വേണ്ടി നിങ്ങൾ എപ്പോഴും യാചിച്ചു കൊണ്ടിരിക്കേണ്ടി വരുന്ന ഒരു വല്ലാത്തൊരു ജയിൽ. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നറിയോ? ആ ജയിലിൻ്റെ വാതിൽ ഒരിക്കലും പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എപ്പോൾ വേണേലും ആ വാതിൽ തള്ളി തുറന്ന് നിങ്ങൾക്ക് പുറത്തു വരാമായിരുന്നു. അത് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളത് ഓർത്തില്ല, അത്രമാത്രം. ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നിങ്ങൾ എല്ലാ ദിവസവും ഒരു കോഫി ഷോപ്പിൽ പോവുകയാണ്. പോകുമ്പോഴൊക്കെ അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു കോഫി വരും. തുടക്കത്തിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നും. നിങ്ങൾ താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ആ കോഫി എൻജോയ് ചെയ്ത് കുടിക്കും. പക്ഷെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാലോ നിങ്ങളുടെ ചിന്താഗതി സാവധാനം മാറാൻ തുടങ്ങും. ആ ഫ്രീ കോഫി കിട്ടുക എന്നത് നിങ്ങളുടെ ഒരു അവകാശമായിട്ട് നിങ്ങളുടെ മനസ്സ് കാണാൻ തുടങ്ങും. അങ്ങനെ ആയിരിക്കും ഒരു ദിവസം സ്ഥിരമായിട്ട് കിട്ടാറുള്ള കോഫി നിങ്ങളോട് പോയപ്പോൾ അവർ തന്നില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിരാശ തോന്നും, അവരോടൊരു ദേഷ്യം തോന്നും. അവർ ചെയ്തത് തെറ്റായതുകൊണ്ടല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്. പകരം പണ്ട് അവർ തന്ന ഒരു ഔദാര്യം ഇന്ന് നിങ്ങളുടെ പ്രതീക്ഷയായി മാറിപ്പോയതുകൊണ്ടാണ്. മനുഷ്യരുടെ സൈക്കോളജിയും കൃത്യമായി ഇതേ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് ഫ്രണ്ട്സ്. നിങ്ങളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഫ്രീ ആയിരിക്കുമ്പോൾ, എപ്പോഴും അവർക്ക് വേണ്ടി സ്വന്തം കാര്യങ്ങൾ ത്യാഗം ചെയ്യുമ്പോൾ, നിങ്ങൾ എന്തിനും ഏതിനും തലയാട്ടി യെസ് പറയുമ്പോൾ ആളുകൾ അത് നിങ്ങളുടെ ഒരു കടമയായിട്ട് കാണാൻ തുടങ്ങും. അവസാനം എന്താ സംഭവിക്കുന്നറിയോ? പണ്ട് നിങ്ങളുടെ വലിയ മനസ്സുകൊണ്ട് നിങ്ങൾ ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ ഇന്ന് അവരുടെ അവകാശമായിട്ട് മാറും. നമ്മുടെ ചുറ്റുമുള്ള ഭൂരിഭാഗം നല്ല മനുഷ്യരും ലൈഫിലും ഈ റിലേഷൻഷിപ്പുകളൊക്കെ ഒരു വിലയില്ലാതെ അവഗണിക്കപ്പെടാൻ അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയി പോകാൻ പ്രധാന കാരണം ഇതാണ്. അവരുടെ ആ നന്മ മറ്റുള്ളവർക്ക് എപ്പോഴും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുന്ന ഒന്നായി മാറിപ്പോയി, അല്ലെങ്കിൽ പ്രെഡിക്റ്റബിൾ ആയിപ്പോയി എന്നാണ്. എപ്പോഴും കയ്യെത്തി ദൂരത്ത് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒന്നിനും നമ്മൾ മനുഷ്യർ പിന്നീട് വലിയ വില ഒന്നും കൊടുക്കാറില്ല എന്നാണ് സത്യം. നിങ്ങൾക്ക് നല്ല ബഹുമാനം തോന്നുന്ന ചില ആളുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. നല്ല ആത്മവിശ്വാസമുള്ളവർ, ജീവിതത്തിൽ വിജയിച്ചവർ, മാനസികമായി ഭയങ്കര സ്ട്രോങ് ആയ ആളുകൾ, അവരെല്ലാവരോടും എന്തിനും ഏതിനും തലയാട്ടി യെസ് പറയാറുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഭൂരിഭാഗം ആളുകൾക്കും അറിയാത്തൊരു വലിയ സൈക്കോളജി ട്രിക്ക് അവർക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ പറയുന്ന ഓരോ യെസ്സിനും നമ്മൾ വലിയൊരു വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. മറ്റൊരാൾ കൊടുക്കുന്ന ഓരോ വാക്കും നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് പാഴാക്കുന്നത്. നമ്മൾ ഏറ്റെടുക്കുന്ന ഓരോ തലവേദനയും നമ്മുടെ എനർജിയാണ് ഊറ്റിക്കളയുന്നത്. ഓരോ തവണ നമ്മുടെ ശ്രദ്ധ മാറുമ്പോഴും നമ്മുടെ മെയിൻ ലക്ഷ്യങ്ങളെയാണ് അതില്ലാതാക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ഓരോ ഭാഗങ്ങളും മറ്റുള്ളവർക്കായി മാത്രം വെറുതെ വീതം വെച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ ഒടുവിൽ നിങ്ങളുടെ സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിൽ ഒരു ചില്ലി കാശ് അല്ലെങ്കിൽ ഒരു സെക്കൻഡോ ബാക്കി ഉണ്ടാവില്ല. ഈ ഹൈ വാല്യൂ ആളുകൾ തങ്ങളുടെ സമയം വെറുതെ കളയാത്തത് അവർ സ്വാർത്ഥരായതുകൊണ്ടൊന്നല്ല കേട്ടോ. പകരം സമയത്തിൻ്റെ യഥാർത്ഥ വില അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഓരോ മണിക്കൂറും തങ്ങളുടെ ലൈഫിലെ ശരിയായ കാര്യങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്ന ഒന്നാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം.
അതുകൊണ്ട് തന്നെ ആരുടെയും മുഖത്ത് നോക്കി മാന്യമായി നോ പറയാൻ അവർക്കൊരു ശതമാനം പോലും പേടിയില്ല. അതെനിക്ക് പറ്റില്ല, സോറി, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനായി സമയം മാറ്റിയെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് ആ പൈസ ഇല്ല, അതും അല്ലെങ്കിൽ ഇതെൻ്റെ ഇപ്പോഴത്തെ പ്ലാനുകളുമായി ഒത്തുപോകുന്നൊന്നല്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ യാതൊരു കുറ്റബോധം ഉണ്ടാവില്ല, അവർക്ക് ദേഷ്യവും വരില്ല. പക്ക കോൺഫിഡൻസോടെ സിമ്പിളായിട്ട് മാത്രമേ അവരത് പറയൂ. മനുഷ്യന്മാരുടെ മനസ്സിനെ കുറിച്ച് ഭയങ്കര കൗതുകം തോന്നുന്നൊരു സൈക്കോളജി ഞാൻ പറഞ്ഞിരട്ടെ. എല്ലാവർക്കും വേണ്ടി എപ്പോഴും ഫ്രീ ആയിരിക്കുന്നവരെക്കാൾ കൂടുതൽ സ്വന്തമായിട്ട് കൃത്യമായ അതിര് വരുമ്പോൾ അല്ലെങ്കിൽ ബൗണ്ടറീസ് വെക്കുന്നവരാണ് ഈ ലോകം എപ്പോഴും കൂടുതൽ ബഹുമാനിക്കാറുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ചുറ്റും ഏറ്റവും കൂടുതൽ ബഹുമാനം കിട്ടുന്ന ആളുകളുണ്ടല്ലോ, അവരൊരിക്കലും എല്ലാവരെയും ഒരേപോലെ സൂപ്പിച്ചേർത്ത് അല്ലെങ്കിൽ പ്ലീസ് ചെയ്യാൻ നോക്കുന്നവരായിരിക്കില്ല. പകരം സ്വന്തം വില കൃത്യമായി അറിയുന്നവരായിരിക്കും. തങ്ങളുടെ പരിധികൾ എവിടെയാണെന്ന് വ്യക്തത ഉള്ളവരായിരിക്കും. മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരായിരിക്കും അവർ. കാരണം നമ്മൾ വയ്ക്കുന്ന ഓരോ അതിര് വരുമ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് വലിയൊരു മെസ്സേജാണ്. ആ ബൗണ്ടറികൾ അവരോട് പറയുന്നത് ഇതാണ്: ഇപ്പം എൻ്റെ സമയം എനിക്ക് വിലപ്പെട്ടതാണ്, എൻ്റെ എനർജി എനിക്ക് പ്രധാനപ്പെട്ടതാണ്, എൻ്റെ ജീവിതം എൻ്റേത് കൂടിയാണെന്ന്. ഈ ഒരു മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ എപ്പോഴും കാണിച്ചു കൊടുക്കുമ്പോണ്ടല്ലോ, ചുറ്റുമുള്ളവരും അത് പതിയെ വിശ്വസിക്കാൻ തുടങ്ങും. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളും താല്പര്യങ്ങളും നിങ്ങൾ എപ്പോഴും മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് നിങ്ങളായിട്ട് തന്നെ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് മറ്റുള്ളവർ പഠിക്കുന്നത് നമ്മൾ അവരിൽ നിന്ന് എന്തൊക്കെ സഹിക്കാൻ തയ്യാറാവുന്നു എന്നതിനെ നോക്കിയാണ്. നിങ്ങളുടെ ഈ പുതിയ മാറ്റം ഉണ്ടല്ലോ, അതായത് ആവശ്യമില്ലാത്തതിനോട് നോ പറയുന്ന, കൃത്യമായ അതിരോരമ്പോൾ വയ്ക്കുന്ന, 24 മണിക്കൂറും മറ്റുള്ളവർക്ക് വേണ്ടി ഫ്രീ ആകാത്ത ആ പുതിയ മാസ് ലുക്ക്, അത് നിങ്ങളുടെ കൂടെയുള്ള ചില ആളുകൾക്ക് ഒട്ടും പിടിക്കില്ല. പക്ഷേ ഞാൻ പറയട്ടെ, അതിൽ നിന്ന് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അത് പക്ക ഓക്കെയാണ്. കാരണം ആ ആളുകൾക്കൊന്നും നിങ്ങളുടെ ഒരൊറ്റ ശതമാനം പോലും സ്നേഹം ഉണ്ടായിരുന്നില്ല. അവർക്ക് താല്പര്യം നിങ്ങൾ എപ്പോഴും അവർക്ക് വേണ്ടി ഫ്രീ ആയിരുന്ന ആ ഒരു ഗതികേടിനോടായിരുന്നു. അവർക്ക് താല്പര്യം നിങ്ങൾ എന്ത് പറഞ്ഞാലും തലയാട്ടുന്ന ആ ഒരു പാവം സ്വഭാവത്തോടായിരുന്നു. നിങ്ങളുടെ ബൗണ്ടറി ഇല്ലായ്മ കാരണം അവർ കിട്ടിക്കൊണ്ടിരുന്ന ഫ്രീ ലാഭങ്ങളോട് മാത്രമായിരുന്നു അവരുടെ ആ താല്പര്യം. അതുകൊണ്ട് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ എപ്പോഴാണോ അതിര് വരുമ്പോൾ വയ്ക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ മുതൽ ഇത്തരം സ്വഭാവന്മാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പതിയെ അപ്രത്യക്ഷമാകും. അതിനോർത്ത് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ഫ്രണ്ട്സ്. പകരം അദ്ദേഹം ഭംഗിയായി ആഘോഷിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾ വെച്ചൊരു ബൗണ്ടറി കാരണം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരാളെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആകെയുള്ള അർത്ഥം അവർ തുടക്കം മുതൽ നിങ്ങളുടെ ഒരൊറ്റ ശതമാനം പോലും സ്നേഹിച്ചിരുന്നില്ല അല്ലെങ്കിൽ ബഹുമാനിച്ചിരുന്നില്ല എന്ന് മാത്രമാണ്. നാളെ രാവിലെ നിങ്ങൾ ഉണരുന്ന മുതലുണ്ടല്ലോ, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാം. ഇപ്പം നിങ്ങളുടെ സ്വന്തം സമാധാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ആരോടും മാപ്പ് പറയാൻ നിൽക്കില്ല. അതിൽ വരുമ്പോൾ വയ്ക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു കുറ്റബോധം തോന്നില്ല. മറ്റുള്ളവരെ സുഖിപ്പിച്ച് നിർത്താൻ വേണ്ടി നിങ്ങളുടെ സ്വന്തം സന്തോഷം ഇനി ബലി നൽകുകയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എത്രത്തോളം എനർജി ഉണ്ടാവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര വലിയ ആത്മവിശ്വാസമായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക, എത്രമാത്രം ഫ്രീഡം ആയിരിക്കും നിങ്ങൾ അനുഭവിക്കുക. കാരണം ഫ്രണ്ട്സ്, എല്ലാവരും നിങ്ങൾ അംഗീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നല്ല ആത്മവിശ്വാസം. പകരം മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റും അംഗീകാരമൊന്നും എനിക്ക് ആവശ്യമില്ലെന്ന് നിങ്ങളുടെ മനസ്സുറപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് യഥാർത്ഥ ആത്മവിശ്വാസം. ഈ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യത്തോട് ഓരോ തവണ നിങ്ങൾ യെസ് പറയുമ്പോഴും സത്യത്തിൽ നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ നോ പറയുന്നത്. ഓരോ തവണ മറ്റുള്ളവരുടെ മോശം പെരുമാറ്റം നിങ്ങൾ സഹിക്കുമ്പോഴും നിങ്ങളുടെ സ്വന്തം സെൽഫ് റെസ്പെക്റ്റിനോടാണ് നിങ്ങൾ നോ പറയുന്നത്. പക്ഷേ ഇന്ന് മുതൽ ആ സീൻ മാറുകയാണ്. മറ്റുള്ളവരുടെ ദയ കാണിക്കുക, കരുണ ഉണ്ടാകുക, അവരെ ബഹുമാനിക്കുക, പറ്റുന്ന സമയത്തൊക്കെ ആളുകളെ സഹായിക്കുക, സ്നേഹിക്കുക, കൈ അയച്ച് സഹായിക്കുക. പക്ഷേ ഈ ഒരു സത്യം ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്കൊരു നല്ല മനുഷ്യനായിരിക്കാൻ പറ്റും, അതോടൊപ്പം തന്നെ മുഖത്ത് നോക്കി നോ പറയാനും പറ്റും. നിങ്ങൾക്ക് നല്ല കെയറിംഗ് ഉള്ള ആളാവാൻ പറ്റും, അതോടൊപ്പം തന്നെ കൃത്യമായ ബൗണ്ടറികൾ വയ്ക്കാനും പറ്റും. നിങ്ങൾക്ക് ആളുകൾ ഒരുപാട് സ്നേഹിക്കാൻ പറ്റും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വന്തം സമാധാനം കാത്തു സൂക്ഷിക്കാനും പറ്റും. കാരണം ഈ ലോകത്തിൽ ഏറ്റവും പവർഫുള്ളായ ആളുകൾ എല്ലാവരോടും എന്തിനും ഏതിനും തലയാട്ടുന്നവരല്ല ഫ്രണ്ട്സ്. പകരം എപ്പോൾ കൃത്യമായി നോ പറയണമെന്ന് വ്യക്തമായി അറിയാവുന്നവരാണ്. നിങ്ങൾ എപ്പോഴാണോ ആ ഒരു വിദ്യ പഠിച്ചെടുക്കുന്നത്, ആ ഒരു ഐഡിയ പഠിച്ചെടുക്കുന്നത്, അപ്പം മുതൽ നിങ്ങളുടെ ലൈഫ് മാറി മറിയാൻ തുടങ്ങും. ഒരു ചെറിയ ബൗണ്ടറി, ഒരു ചെറിയ തീരുമാനം, പവർഫുള്ളായ ഒരൊറ്റ കുഞ്ഞു വാക്ക്, അതിലൂടെ നിങ്ങളുടെ ലൈഫ് മൊത്തം മാറ്റാം. ആ വാക്കാണ് നോ. ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഇമോജി ഇടുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായി വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കാണുന്ന പ്രൊഫൈൽ പിക്ചർ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.